ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഗുരുവായൂരിനെ തെരഞ്ഞെടുത്ത ഗുരുവും വായുവും അതിനൊറ്റ കാരണമേയാണ് നിശ്ചയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവിടെ ലാൻഡ് ചെയ്തു? ഒറ്റ കാരണമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്റെ സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന ദ്വാരകയിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹം ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഗുരുവായൂരത്തിന്റെ പ്രാധാന്യം, മറിച്ച് അവിടെ മഹാദേവന്റെ പാദസ്പർശം ഉണ്ടായിട്ടുള്ള മണ്ണാണത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ടാ അവിടെ ഇറക്കിയത്. മഹാദേവന്റെ ഒരു പാരമ്പര്യമാണ്, ആവശ്യമുള്ളതൊക്കെ അദ്ദേഹം എല്ലാവർക്കും കൊടുത്ത് ആർക്കും വേണ്ടാത്തത് അദ്ദേഹം സ്വീകരിക്കുന്നതാണ്. പാലാഴി കടഞ്ഞ സമയത്ത് ലക്ഷ്മിയും ഉച്ചൈശ്രവസ് എന്നുള്ള കുതിരയും ഐരാവതവും അമൃതും വന്നപ്പോ ആൾക്കാർ ഓടുകയെന്നും ഞങ്ങൾക്ക് വേണമെന്നുണ്ട്. ഹലാഹലം കാളകൂടെന്ന് പറഞ്ഞ സമയത്തും ഓടുകയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിനെ സ്വീകരിക്കാൻ പ്രപഞ്ചത്തിൽ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. തന്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ ഈ പ്രപഞ്ചത്തിന്റെ സുരക്ഷിതത്വം നോക്കി ഭഗവാൻ എന്നാണ് നമ്മൾ പറയുക, കഥയൊക്കെ പറയുന്നത്. ഭഗവാൻ സുരക്ഷിതത്വം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് വിഷം പോലും എടുത്ത് പാനം ചെയ്ത ഒരു ഭഗവാൻ.